വെജിറ്റേറിയൻസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മഷ്റൂം സ്റ്റിർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒരുപാട് വാടി മൂത്തൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, അതുപോലെ ഒരു പകുതി യെല്ലോ ക്യാപ്സിക്കം ഇതുകൂടി ക്യൂബ്സായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 200 ഗ്രാം ബേബി കോൺ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബേബിക്കോൺ ഇതുപോലെ ചെരിച്ച് സ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം മഷ്റൂം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ സലറി പൊടിയായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒണിയൻ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ഇതിൻ്റെയൊക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി, റൊട്ടി, നാൻ ഇതിൻ്റെയൊക്കെ കൂടെയും കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന ക്യാരറ്റ്, ബീൻസ് അതുപോലെ ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.